ഇരുൾ പുതച്ച വാരാണസി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡൽഹി ലക്ഷ്യമാക്കി നീങ്ങുന്ന ശിവഗംഗ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ആ പുറപ്പെടൽ പലരുടെയും ജീവിതയാത്രകളുടെ തുടക്കമോ ഒടുക്കമോ ആയിരുന്നു. സ്ലീപ്പർ കോച്ചിനുള്ളിലെ മങ്ങിയ മഞ്ഞ വെളിച്ചത്തിൽ യാത്രക്കാർ തങ്ങളുടെ സീറ്റുകളിൽ യാത്രാക്ഷീണം തീർക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇരുമ്പുപാളങ്ങളിൽ ട്രെയിൻ ചക്രങ്ങൾ താളത്തിൽ ഉരയുന്ന ശബ്ദം കോച്ചിനുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ ആ ബോഗിയിൽ ഒരാൾ മാത്രം ഈ ശാന്തതയിൽ നിന്ന് തികച്ചും ഒറ്റപ്പെട്ടിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ ഇടയ്ക്കിടെ അവളിലേക്ക് തിരിയുന്നുണ്ടായിരുന്നു. കാഴ്ചയിൽ വെറും 23 വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ വേഷം വളരെ പരിതാപകരമായിരുന്നു. എപ്പോഴോ അണിഞ്ഞ ഇളം നീല നിറമുള്ള ചുരിദാർ ഇപ്പോൾ പൊടിപിടിച്ച് നിറം മങ്ങിയിരിക്കുന്നു. ദിവസങ്ങളോളം നീണ്ട അലച്ചിലിന്റെ ബാക്കി പത്രം എന്നോണം അവളുടെ കാലുകളിലെ ചെരുപ്പുകൾ തേഞ്ഞു തീർന്നിരുന്നു. അതിലുപരി അവളുടെ മുഖം വിളറിയും കണ്ണുകൾ ഉറക്കമില്ലായ്മയാൽ കുഴിഞ്ഞുമിരുന്നു. വിചിത്രമായ മറ്റൊരു കാര്യം, ദീർഘദൂര യാത്രക്കാരിയായിട്ടും അവളുടെ കൈകളിൽ ഒരു ചെറിയ ബാഗ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഒരു കൊടും കുറ്റവാളിയെ പോലെ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തന്നെ പിടികൂടുമെന്ന് ഭയക്കുന്നത് പോലെ അവൾ ഓരോ നിമിഷവും ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. ഒരു സീറ്റിലും അവൾക്ക് 2 മിനിറ്റിൽ കൂടുതൽ സ്വസ്ഥമായി ഇരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ടിക്കറ്റ് പരിശോധകൻ കോച്ചിലേക്ക് കടന്നു വരുന്നത് കണ്ടാൽ അവൾ ഒരു വേട്ടമൃഗത്തെ കണ്ട പേടമാനെ പോലെ ഞെട്ടിയുണർന്ന് ശുചിമുറിയിലേക്ക് ഓടി ഒളിക്കും. പരിശോധകൻ പോയെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം പതുങ്ങി അവൾ വീണ്ടും തന്റെ സീറ്റിലേക്ക് മടങ്ങിയെത്തും. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ പോലീസുകാരെ കാണുമ്പോഴും അവൾ ഇത് തന്നെ ആവർത്തിച്ചു. സഹയാത്രികർ അവളെ സംശയദൃഷ്ടിയോടെയാണ് നോക്കിക്കണ്ടത്. ചിലർ അവൾ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നവളാണെന്ന് കരുതി. മറ്റു ചിലർ കാമുകനൊപ്പം ഒളിച്ചോടാൻ വീട് വിട്ടിറങ്ങിയവളാണെന്ന് അടക്കം പറഞ്ഞു. ചിലർ അവൾ ഒരു പോക്കറ്റടിക്കാരിയോ മോഷ്ടാവോ ആണെന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ വിധിയെഴുതി. എന്നാൽ ഈ കുറ്റപ്പെടുത്തലുകളോ പരിഹാസങ്ങളോ ഒന്നും അവളുടെ കാതുകളിൽ എത്തിയിരുന്നില്ല. അവളുടെ ലോകം ഭയത്താൽ ചുറ്റപ്പെട്ടതായിരുന്നു. എങ്ങനെയെങ്കിലും ആ രാത്രി ഒന്ന് പുലർന്നു കിട്ടാനും തന്നെ വേട്ടയാടുന്ന ഭൂതകാലത്ത് നിന്ന് എത്രയും വേഗം ഓടി അകലാമെന്ന് മാത്രമായിരുന്നു അവൾ പ്രാർത്ഥിച്ചത്. അതേ കോച്ചിൽ വിൻഡോ സീറ്റിലിരുന്ന് പുറത്തെ കൂരിരുട്ടിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ആദിത്യൻ. 27-കാരനായ അവൻ ഡൽഹിയിൽ ഒരു ചെറിയ ഇലക്ട്രോണിക്സ് റിപ്പയർ ഷോപ്പ് നടത്തുകയാണ്. എല്ലാ മാസവും നാട്ടിലെത്തി പ്രിയപ്പെട്ട അമ്മയെ കണ്ട് മടങ്ങുന്നതാണ് അവന്റെ പതിവ്. മറ്റുള്ളവരുടെ സ്വകാര്യ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാൻ താല്പര്യമില്ലാത്ത പ്രകൃതമായിരുന്നു അവന്റേത്. എങ്കിലും ആ പെൺകുട്ടിയുടെ അസാധാരണമായ പെരുമാറ്റവും കണ്ണുകളിലെ നിസ്സഹായതയും അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 3-ാമത്തെ തവണയും അവൾ ടിക്കറ്റ് പരിശോധകനെ കണ്ട് ശുചിമുറിയിലേക്ക് ഓടിയപ്പോൾ ഇത് വെറുമൊരു ടിക്കറ്റില്ല യാത്രയുടെ പ്രശ്നമല്ലെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു. കുറച്ചു നേരത്തിന് ശേഷം അവൾ വീണ്ടും തിരികെ സീറ്റിൽ വന്നിരുന്നപ്പോൾ ആദിത്യൻ പതുക്കെ അവളോട് ചോദിച്ചു, ക്ഷമിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ദയവായി എന്നോട് പറയാമോ? എനിക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞെങ്കിലോ? ആ പെൺകുട്ടി ഞെട്ടിത്തെറിച്ചുകൊണ്ട് അവനെ നോക്കി. ആ കണ്ണുകളിൽ ഭയത്തോടൊപ്പം അല്പം ദേഷ്യവും നേളിച്ചു നിന്നു. നിങ്ങൾ എന്റെ കാര്യം അന്വേഷിക്കേണ്ടതില്ല, ദയവായി നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കിയിരിക്കുക. അവൾ അല്പം പരുഷമായി തന്നെ മറുപടി നൽകി. കൂടുതൽ നിർബന്ധിക്കുന്നത് ശരിയല്ലെന്ന് കരുതി ആദിത്യൻ ഒരു ചെറു പുഞ്ചിരിയോടെ പിന്മാറി. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് മാത്രം പറഞ്ഞ് അവൻ സീറ്റിലേക്ക് മടങ്ങി. എങ്കിലും അവന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. മണിക്കൂറുകൾ വേഗത്തിൽ കടന്നുപോയി. ട്രെയിൻ പ്രയാഗ്രാജ് സ്റ്റേഷൻ വിട്ടു. പെട്ടെന്നാണ് കോച്ചിന്റെ മുൻഭാഗത്ത് നിന്ന് ഉറക്കത്തെ ഭേദിക്കുന്ന വലിയൊരു ബഹളം കേട്ടത്. പിടിക്കവളെ, ഓടാൻ അനുവദിക്കരുത്, കള്ളിയാണ് അവൾ. ആദിത്യൻ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കി. 5-6 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ ക്രൂരമായി വലിച്ചിഴച്ചു കൊണ്ടുവരികയായിരുന്നു. ആദിത്യന്റെ കണ്ണുകൾ വിടർന്നു. അത് അവൾ തന്നെയായിരുന്നു, ആ നീല ചുരിദാറുകാരി. അവളുടെ മുഖം ഭയം കൊണ്ടും വേദന കൊണ്ടും വിളറിയിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു സ്ത്രീ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, എന്റെ പേഴ്സിൽ കൈയിടുകയായിരുന്നു ഇവളൊരു പോക്കറ്റടിക്കാരിയാണ്. ഇവളെ പോലീസിൽ ഏൽപ്പിക്കണം. വിശ്വസിക്കൂ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ വെറുതെ വിടൂ, ഞാൻ കള്ളിയല്ല. അവൾ കണ്ണീരോടെ കൈകൂപ്പി യാചിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആൾക്കൂട്ടത്തിന്റെ മനസ്സ് കല്ലിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ നിസ്സഹായത കണ്ടപ്പോൾ ആദിത്യന് ഒട്ടും വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവൻ വേഗത്തിൽ ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് ചെന്നു. ഒരു നിമിഷം നിൽക്കൂ, ദയവായി എല്ലാവരും ഒന്ന് ശാന്തരാകൂ. സത്യം എന്താണെന്ന് അറിയാതെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല, ആദിത്യൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവരിൽ ഒരാൾ പരിഹാസത്തോടെ ചോദിച്ചു, നിനക്കിവളെ അറിയാമോ? ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ആദിത്യൻ മറുപടി നൽകി, അതെ, അവൾ എനിക്കൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. അവൾക്ക് തീരെ സുഖമില്ല, മാനസികമായി അവൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ആദിത്യന്റെ വാക്കുകളിലെ ആത്മവിശ്വാസം കണ്ട് ആൾക്കൂട്ടം അല്പം ശാന്തരായി. നിന്റെ കൂടെയുള്ളതാണെങ്കിൽ അവളെ മര്യാദക്ക് പിടിച്ചിരുത്തിക്കോണം. ഇനി മേലാൽ ഇവളെ മറ്റാരുടെയെങ്കിലും സാധനങ്ങളുടെ പരിസരത്ത് കണ്ടാൽ ഞങ്ങൾ പോലീസിനെ ഏൽപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആൾക്കൂട്ടം പിരിഞ്ഞുപോയി. തന്റെ പേരോ ഊരോ പോലും അറിയാത്ത ഒരു അപരിചിതൻ യാതൊരു ചോദ്യവുമില്ലാതെ തന്നെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആദിത്യൻ വളരെ സ്നേഹത്തോടെ അവളെ പതുക്കെ തന്റെ സീറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു.
അവൻ നൽകിയ വെള്ളക്കുപ്പിയുടെ അടപ്പ് തുറക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. ആദിത്യൻ തന്നെ അടപ്പ് തുറന്ന് അവൾക്ക് നൽകി. കുറച്ചു വെള്ളം കുടിച്ചതും അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോൾ ആദിത്യൻ പുറത്തിറങ്ങി 2 പ്ലേറ്റ് ചൂടുള്ള ഭക്ഷണം വാങ്ങി വന്നു. അവൾ ആദ്യം നിരസിച്ചെങ്കിലും ദിവസങ്ങളായി പട്ടിണി കിടന്ന ആ വയർ ഭക്ഷണത്തിന്റെ ഗന്ധമറിഞ്ഞപ്പോൾ അറിയാതെ കൊതിച്ചുപോയി. ആദ്യത്തെ ഉരുള വായിൽ വെച്ചതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവൾ വളരെ പതുക്കെ നേർത്ത ശബ്ദത്തിൽ അവനോട് പറഞ്ഞു, നന്ദി. ആ ഒരു വാക്കിൽ അവളുടെ ലജ്ജയും കടന്നുപോയ വേദനയും ഇപ്പോൾ ലഭിച്ച വലിയൊരു ആശ്വാസവുമെല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദിത്യൻ ഹൃദ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇനിയെങ്കിലും പേരെങ്കിലും പറയാമോ? കുറച്ചു നിമിഷത്തെ മൗനത്തിന് ശേഷം ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ പറഞ്ഞു, എന്റെ പേര് ആര്യ. ആ രാത്രിയുടെ നിശബ്ദതയിൽ അപരിചിതരായ ആ 2 പേർക്കിടയിൽ പുതിയൊരു വിശ്വാസത്തിന്റെ നാമ്പ് കിളിർക്കുകയായിരുന്നു. പുറത്ത് ഇരുട്ട് കൂടുതൽ കനത്തു. അതിനെ കീറിമുറിച്ച് ആര്യയുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എന്ന പോലെ ട്രെയിൻ പാഞ്ഞുകൊണ്ടിരുന്നു. ശിവഗംഗ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഉത്തരേന്ത്യൻ സമതലങ്ങളെ കീറിമുറിച്ച് മുന്നോട്ട് കുതിച്ചു പായുകയാണ്. സമയം അർദ്ധരാത്രി പിന്നിട്ടിരിക്കുന്നു. സ്ലീപ്പർ കോച്ചിനുള്ളിലെ മഞ്ഞ വെളിച്ചം മങ്ങി തുടങ്ങിയിരുന്നു. യാത്രക്കാരിൽ ഭൂരിഭാഗവും തങ്ങളുടെ യാത്രാക്ഷീണം മറന്ന് ഉറക്കത്തിന്റെ ആഴങ്ങളിലേക്ക് വഴുതി വീണു കഴിഞ്ഞിരുന്നു. പുറത്ത് ഇരുളിൽ മറഞ്ഞു കിടക്കുന്ന പാടങ്ങളും മരങ്ങളും പിന്നിലേക്ക് പായുന്ന കാഴ്ചകൾക്കിടയിൽ ട്രെയിനിന്റെ ഇരുമ്പു ചക്രങ്ങൾ പാളങ്ങളിൽ ഉറഞ്ഞു തീർക്കുന്ന താളമൊഴിച്ചാൽ മറ്റൊരു ശബ്ദവും അവിടെ ഉണ്ടായിരുന്നില്ല. ജാലകത്തിലൂടെ വീശിയടിക്കുന്ന തണുത്ത കാറ്റ് കോച്ചിനുള്ളിലെ നിശബ്ദതയെ കൂടുതൽ തണുപ്പിച്ചു. ആ കോച്ചിലെ ഒരു ലോവർ ബർത്തിൽ തലകുനിച്ച് സ്വന്തം കാലുകളിലേക്ക് നോക്കി നിശ്ചലമായി ഇരിക്കുകയായിരുന്നു ആര്യ. അവളുടെ കണ്ണുകളിൽ ഉറക്കത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല. പകരം അടങ്ങാത്ത ഭയവും എങ്ങനെയോ പറ്റിപ്പോയ തെറ്റുകളെ കുറിച്ചുള്ള വലിയൊരു കുറ്റബോധവും ആ കണ്ണുകളിൽ തളം കെട്ടി നിന്നു. അവൾക്ക് അഭിമുഖമായി ഇരുന്നിരുന്ന ആദിത്യൻ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ആ മുഖത്ത് പടർന്നു കിടക്കുന്ന വേദന അവന് എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഏറെ നേരം നീണ്ട ആ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് അവൻ വളരെ പതുക്കെ വാത്സല്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി. മനസ്സിൽ ഇത്രയും വലിയൊരു ഭാരം പേറി നടന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ആര്യ. അവന്റെ ശബ്ദത്തിലെ ശാന്തത അവളെ ഒന്നും ഞെട്ടിച്ചു. അവൻ തുടർന്നു, ചിലപ്പോൾ നമ്മെ ഒട്ടും അറിയാത്ത, ഇനിയൊരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ഒരു അപരിചിതനോട് മനസ്സ് തുറക്കുന്നത് നമ്മുടെ സങ്കടങ്ങളുടെ ആഴം കുറയ്ക്കാൻ സഹായിക്കും. ഉള്ളിലെ സങ്കടങ്ങൾ കണ്ണുനീരായോ വാക്കുകളായോ പുറത്തു വന്നില്ലെങ്കിൽ അത് നമ്മെ കൂടുതൽ തളർത്തുകയേ ഉള്ളൂ. ഞാൻ വാക്കു തരുന്നു, നീ എന്നോട് പറയുന്നതൊന്നും ഈ ട്രെയിനിന്റെ 4 അതിരുകൾക്ക് പുറത്തു പോകില്ല. ആദ്യമായി ആര്യ അവനെ മുഖമുയർത്തി നോക്കി. അവനിലെ സത്യസന്ധത ആ കണ്ണുകളിൽ വ്യക്തമായി നിഴലിക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം വരെ ഈ ലോകത്ത് ആരെയും വിശ്വസിക്കാൻ കഴിയാതിരുന്ന അവളുടെ കരിങ്കല്ല് പോലത്തെ മനസ്സ് പതുക്കെ അലിയാൻ തുടങ്ങി. അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തു. അവളുടെ വിളറിയ ചുണ്ടുകൾ വിറച്ചു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഓരോന്നായി അടർന്നു വീണു. ട്രെയിനിന്റെ ഇരമ്പലുകൾക്കിടയിലും ആദിത്യന് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നത്ര നേർത്ത ശബ്ദത്തിൽ അവൾ തന്റെ ഹൃദയം തുറക്കാൻ തുടങ്ങി. കൃത്യം 1.5 വർഷം മുൻപ് എന്റെ ജീവിതം ഇങ്ങനെ ആയിരുന്നില്ല. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ വളരെ മനോഹരമായ ഒരു ലോകമായിരുന്നു എന്റേത്. ആര്യയുടെ ഓർമ്മകൾ പിന്നോട്ട് പാഞ്ഞു. രാജസ്ഥാനിലെ പിങ്ക് സിറ്റിയായ ജയ്പൂരിലെ ഒരു സാധാരണ എന്നാൽ വളരെ മാന്യമായ കുടുംബത്തിലായിരുന്നു അവളുടെ ജനനം. അച്ഛൻ ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപകനായിരുന്നു. തികഞ്ഞ കണിശക്കാരനെങ്കിലും മക്കളോട് അങ്ങേയറ്റം സ്നേഹമുള്ള, മൂല്യങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന ഒരു പിതാവ്. അമ്മയാകട്ടെ ആ വീടിന്റെ വിളക്കായി സ്നേഹത്തിന്റെ നിറകുടമായി അവരെ സംരക്ഷിച്ചു പോന്നു. ആ വീടിനുള്ളിൽ അവൾക്ക് ഒരിക്കലും ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അച്ഛന് ഒരൊറ്റ സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തന്റെ മകൾ നന്നായി പഠിച്ച് ഉന്നതമായ ഒരു ജോലി നേടി സമൂഹത്തിൽ വലിയൊരു ഉദ്യോഗസ്ഥയായി മാറണം. അച്ഛന്റെ ആ സ്വപ്നങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ അവളും ആഗ്രഹിച്ചിരുന്നു. പഠനത്തിൽ എപ്പോഴും മുൻപന്തിയിലായിരുന്നു അവൾ. പുസ്തകങ്ങളും അച്ഛന്റെ സ്വപ്നങ്ങളും മാത്രമായിരുന്നു അന്ന് അവളുടെ ലോകം. എന്നാൽ കോളേജിലെ 1-ാം വർഷം അവളുടെ ജീവിതത്തിന്റെ ഗതി മുഴുവനായും മാറ്റിമറച്ചു. അവിടെ വെച്ചാണ് അവൾ വിവേക് എന്ന ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നത്. കാഴ്ചയിൽ വളരെ സുന്ദരനായ അവൻ വാക്കുകൾ കൊണ്ട് ആരെയും വീഴ്ത്താൻ മിടുക്കനായിരുന്നു. അവന്റെ സംസാരത്തിലെ മാധുര്യം ഒരു വിഷച്ചെടിയാണെന്ന് തിരിച്ചറിയാൻ മാത്രം പക്വത അന്ന് ആ പ്രായത്തിൽ അവൾക്കുണ്ടായിരുന്നില്ല. താൻ അവളെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെന്നും വിവാഹം കഴിച്ച് അവളെ ഒരു രാജ്ഞിയെ പോലെ നോക്കുമെന്നും അവളുടെ സ്വപ്നങ്ങൾക്ക് താൻ എപ്പോഴും കൂട്ടായിരിക്കുമെന്നും അവൻ അവളെ വിശ്വസിപ്പിച്ചു. സ്നേഹത്തിന്റെ ആ വ്യാജമുഖമൂടി തിരിച്ചറിയാൻ കഴിയാതെ അന്ന് ആര്യ അവന്റെ വാക്കുകളിൽ പൂർണ്ണമായും വീണുപോയി. ആദ്യം അത് വെറും ക്യാമ്പസിലെ രഹസ്യമായ സംസാരങ്ങളായിരുന്നു. പിന്നീട് കോളേജിന് പുറത്തുള്ള കൂടിക്കാഴ്ചകളായി അത് മാറി. അങ്ങനെ ആ തെറ്റായ ബന്ധം അവൾ അറിയാതെ തന്നെ വളർന്നു. യാഥാർത്ഥ്യം ഒരിക്കലും അധികകാലം മറച്ചുവെക്കാൻ കഴിയില്ലല്ലോ. വീട്ടുകാർ ഈ വിവരമറിഞ്ഞു. സ്നേഹവും സമാധാനവും മാത്രം നിറഞ്ഞു നിന്നിരുന്ന ആ വീട്ടിൽ അതോടെ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ വീശിയടിച്ചു. അമ്മ കണ്ണീരോടെ അവളെ ഉപദേശിച്ചു, ഒരുപാട് സങ്കടപ്പെട്ടു. എന്നാൽ അച്ഛനാകട്ടെ ദിവസങ്ങളോളം അവളോട് മിണ്ടാതിരുന്നു. അദ്ദേഹത്തിന്റെ ആ മൗനം അവളുടെ ഹൃദയത്തെ പിളർക്കുന്നതായിരുന്നു.
ഒടുവിൽ ഒരു ദിവസം അച്ഛൻ അവളുടെ അടുത്ത് വന്ന് സങ്കടത്തോടെ പറഞ്ഞു, മോളെ, ഒരു മനുഷ്യനെ നാം തിരിച്ചറിയേണ്ടത് അവന്റെ മധുരമുള്ള വാക്കുകൾ കേട്ടിട്ടല്ല, മറിച്ച് അവന്റെ സ്വഭാവവും പ്രവൃത്തികളും കണ്ടിട്ടാണ്. വാക്കുകൾ ആർക്കും എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാം, എന്നാൽ സ്വഭാവം അതല്ല. അവൻ നിനക്ക് അനുയോജ്യനല്ല. എന്നാൽ അച്ഛന്റെ ആ വിലപ്പെട്ട വാക്കുകൾ അവളിലെ അന്ധമായ പ്രണയത്തിന് മുന്നിൽ വില പോയില്ല. പ്രണയത്താൽ കണ്ണു കാണാതായ ആര്യയ്ക്ക് അന്ന് തോന്നിയത് വിവേക് മാത്രമാണ് ശരിയെന്നും ലോകം മുഴുവൻ അവൾക്കെതിരാണെന്നുമാണ്. തനിക്ക് വേണ്ടി ജീവിക്കുന്ന അവനെ ഉപേക്ഷിക്കുന്നത് വലിയ തെറ്റാണെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ ഒരു രാത്രിയിൽ അവൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും മണ്ടത്തരമായ ആ തീരുമാനമെടുത്തു. തന്നെ ജീവന തുല്യം സ്നേഹിച്ച അച്ഛനെയും അമ്മയെയും തന്റെ കൊച്ചു വീടിനെയും അവൾ വേണ്ടെന്ന് വെച്ചു. ആരും കാണാതെ, ആർക്കും ഒരു സൂചന പോലും നൽകാതെ അവൾ വീട് വിട്ടിറങ്ങി. ഇരുളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവൾ കരുതിയത് താൻ ഏറ്റവും സുന്ദരമായ ഒരു പുതിയ ലോകം പടുത്തുയർത്താൻ പോവുകയാണെന്നാണ്. എന്നാൽ അവൾ അറിയാതെ അവൾ നടന്നെടുക്കുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്കും ഒരിക്കലും ഉണരാത്ത ഒരു കൊടിയ പേടി സ്വപ്നത്തിലേക്കുമായിരുന്നുവെന്ന് ആ പാവം പെൺകുട്ടി അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. ആര്യയുടെ വാക്കുകൾ ഒരു നിമിഷം നിലച്ചു. അവൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഏങ്ങി കരയുകയായിരുന്നു. അവളുടെ ഓരോ കണ്ണുനീർ തുള്ളിയിലും താൻ ചെയ്ത തെറ്റിന്റെ ആഴം പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ആദിത്യൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ല. കാരണം അവളുടെ സങ്കടങ്ങൾ കണ്ണുനീരായി പെയ്തൊഴിയേണ്ടതുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. കുപ്പിയുടെ അടപ്പ് തുറന്ന് അവൾ അല്പം വെള്ളം കുടിച്ചു. അവളുടെ കണ്ണുകൾ വീണ്ടും അന്ധകാരത്തിലേക്ക്, ആ പഴയ ഓർമ്മകളിലേക്ക് പതിഞ്ഞു. ഒരു നെടുവീർപ്പോടെ അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. തുടക്കത്തിൽ ആദ്യത്തെ 10-15 ദിവസങ്ങൾ എന്റെ പ്രതീക്ഷകൾക്കൊത്ത് തന്നെയായിരുന്നു കാര്യങ്ങൾ. ഞങ്ങൾ വാടകയ്ക്കെടുത്ത ഒരു ചെറിയ മുറിയിലായിരുന്നു താമസം. അവൻ എന്നോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. എന്റെ തീരുമാനത്തിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ആ പഴയ വിവേക് എവിടെയോ മാഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി. അവന്റെ യഥാർത്ഥ മുഖം പതുക്കെ മറന്നീക്കി പുറത്തു വരാൻ തുടങ്ങി. രാത്രി വളരെ വൈകി മദ്യപിച്ച് ലക്കുകേട്ടാണ് അവൻ പലപ്പോഴും വന്നിരുന്നത്. ഞാൻ സ്നേഹിച്ചിരുന്ന ആ പഴയ വിവേകിന്റെ നിഴൽ പോലും അവനിൽ ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ അതൊരു ചെറിയ മാറ്റമായി മാത്രമേ ആര്യ കണ്ടിരുന്നുള്ളൂ. അവൻ മാറുമെന്ന് അവൾ വെറുതെ വിശ്വസിച്ചു. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകാനാണ് തുടങ്ങിയത്. വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ അവളോട് ദേഷ്യപ്പെട്ടു തുടങ്ങി. അവൻ അവളെ അസഭ്യം പറയുകയും ശബ്ദമുയർത്തി സംസാരിക്കുകയും ചെയ്തു. ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ അവൻ അവളുടെ മേൽ കൈവെക്കാൻ തുടങ്ങി. ആദ്യമായി അവൻ അവളെ തല്ലിയ ദിവസം അവൾ ഒരുപാട് കരഞ്ഞു. അവളുടെ ലോകം തകരുന്നത് പോലെ അവൾക്ക് തോന്നി. എന്റെ വേദന കണ്ടപ്പോൾ ഞാൻ കരുതി അവൻ എന്നോട് മാപ്പ് ചോദിക്കുമെന്ന്. എന്നാൽ അവൻ എന്നെ നോക്കി പരിഹസിക്കുകയാണ് ചെയ്തത്. ഞാൻ എന്റെ സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിച്ചു വന്നതുകൊണ്ട് ഇനി ഈ ലോകത്ത് എനിക്ക് ആരുമില്ലെന്ന് അവൻ അറിയാമായിരുന്നു. നിനക്ക് പോകാൻ വേറെ ഇടമില്ലല്ലോ എന്ന് അവൻ വീമ്പിളക്കി. ആ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ തറച്ച കത്തി പോലെയാണ് എനിക്ക് തോന്നിയത്. ആര്യയുടെ തൊണ്ടയിടറി. അവളുടെ ദുരിതം അവിടെ അവസാനിച്ചില്ല. ഒരു ദിവസം അവൻ തന്റെ സുഹൃത്തുക്കളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ മുന്നിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ അവൻ അവളെ ക്രൂരമായി അപമാനിച്ചു. ആ രാത്രി മുഴുവൻ അവൾ ഉറങ്ങാതെ കരഞ്ഞു തീർത്തു. പിറ്റേന്ന് അവൾ ധൈര്യം സംഭരിച്ച് അവനോട് പറഞ്ഞു, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം, ദയവായി എന്നെ അവിടെ കൊണ്ടാക്കൂ. അവന്റെ മറുപടി ഒരു പൊട്ടിച്ചിരിയായിരുന്നു. നീ ഇറങ്ങിപ്പോന്ന ആ വീട്ടിൽ ഇനി നിനക്ക് സ്ഥാനമില്ല, നീ വേണമെങ്കിൽ പോയി നോക്കൂ. അവൻ അവളെ വീണ്ടും പരിഹസിച്ചു. ആ നിമിഷം ആദ്യമായി അവൾക്ക് തന്റെ അമ്മയുടെ വാക്കുകൾ ഓർമ്മ വന്നു. അമ്മയുടെ വിലക്കുകളും ഉപദേശങ്ങളും അന്ന് അവൾക്ക് വലിയ ദേഷ്യം വരുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് അവൾക്ക് ഒരു വലിയ ആശ്വാസമായിരുന്നു. എങ്ങനെയെങ്കിലും അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. ഒരുപാട് കെഞ്ചിയതിനു ശേഷം അയൽപക്കത്തെ ഒരു സ്ത്രീയുടെ ഫോൺ വാങ്ങി അവൾ അമ്മയെ വിളിച്ചു. ഫോൺ എടുത്തത് അച്ഛനായിരുന്നു. എന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വരം മാറി. നീ ഈ വീടിന്റെ പടിയിറങ്ങിയ അന്ന് തന്നെ ഞങ്ങളുടെ മകൾ മരിച്ചു. ഇനി മേലാൽ ഈ നമ്പറിലേക്ക് വിളിക്കരുത്. ആ വാക്കുകൾ പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചപ്പോൾ ആ ഒരൊറ്റ നിമിഷത്തിൽ എന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. അവൾ തേങ്ങിക്കരഞ്ഞു. ആദ്യത്തിന് ഇതൊന്നും മിണ്ടാതെ കേട്ടിരുന്നു. അവൾ കരച്ചിലിടയ്ക്ക് വീണ്ടും തുടർന്നു. അതിനുശേഷം അവളുടെ ജീവിതം ഒരു നരകമായി മാറി. തനിക്ക് മറ്റു പോംവഴികളിൽ നിന്ന് വിവേകിന് മനസ്സിലായിരുന്നു. അവൻ കൂടുതൽ ക്രൂരനായി. ചിലപ്പോൾ 2-3 ദിവസം അവൻ താമസ സ്ഥലത്തേക്ക് വരാറേയില്ല. വരുമ്പോഴോ മദ്യപിച്ച് ബോധമില്ലാതെ അവളെ ക്രൂരമായി മർദ്ദിക്കും. പല ദിവസങ്ങളിലും അവൾക്ക് പട്ടിണി കിടക്കേണ്ടി വന്നു. ഒടുവിൽ അവൾ ഒരു ജോലിക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ അതിനും സമ്മതിച്ചില്ല. പുറത്തു പോയാൽ അവൾ ആരുടെയെങ്കിലും സഹായത്തോടെ രക്ഷപ്പെടുമെന്ന് അവൻ ഭയന്നിരുന്നു. ഒരു ദിവസം അവൻ എന്റെ ആഭരണങ്ങളെല്ലാം എടുത്തു വിറ്റു. എന്റെ ഫോണും അവൻ പിടിച്ചു വാങ്ങി. ഞാൻ ആ മുറിയിൽ ഒരു തടവുകാരിയായി മാറി. പുറം ലോകവുമായുള്ള എന്റെ എല്ലാ ബന്ധങ്ങളും അതോടെ അവസാനിച്ചു. അവൾ പറഞ്ഞു. അയൽവാസികൾക്കൊക്കെ അവൻ അവളെ മർദ്ദിക്കുന്ന കാര്യം അറിയാമായിരുന്നു. എന്നാൽ ആരും ഒരിക്കലും അവളെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. അത് വെറും ഒരു ഭാര്യാഭർത്തൃ പ്രശ്നമായി കണ്ട് എല്ലാവരും മാറി നിന്നു. ഓരോ ദിവസവും ഉണരുമ്പോൾ ഈ ദിവസം എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. എന്നാൽ ഓരോ രാത്രിയും കൂടുതൽ വേദനകളോടെയാണ് അവസാനിച്ചത്. താൻ സ്നേഹിച്ച പുരുഷൻ തന്നെ ഒരു മനുഷ്യനായി പോലും കാണുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. 3 ദിവസം മുമ്പ് അവൾ ഒരു വിധത്തിൽ വിറയലോടെ പറഞ്ഞു തുടങ്ങി. അവൻ കൂടുതൽ മദ്യപിച്ചു വന്ന് എന്നെ യാതൊരു കാരണവുമില്ലാതെ മർദ്ദിച്ചു.
ഞാൻ നിലത്തു വീണപ്പോൾ അവൻ എന്നെ പുറത്തുനിന്ന് പൂട്ടിയിട്ടു പോയി. ഞാൻ മരിക്കുമെന്ന് കരുതിയതാണ്. അവൻ വീണ്ടും മദ്യം വാങ്ങാൻ പോയപ്പോൾ എങ്ങനെയോ എന്റെ ഉള്ളിൽ ഒരല്പം ധൈര്യം വന്നു. പുറകിലെ പൊട്ടിയ ജനലിലൂടെ ഞാൻ പുറത്തു കടന്നു. കൈമുറിഞ്ഞു, വസ്ത്രം കീറി. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കാതെ ഓടി. പോക്കറ്റിൽ ഒരു രൂപ പോലുമില്ലാതെ, ആരോടും സഹായം ചോദിക്കാൻ ധൈര്യമില്ലാതെ ഞാൻ ഓടി. ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും ഞാൻ തളർന്നു വീഴാറായപ്പോഴാണ് ഞാൻ ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടത്. ഡൽഹിയിലേക്കുള്ള ഒരു ട്രെയിനിൽ കയറി ഒരിക്കലെങ്കിലും അമ്മയെ കണ്ട് മാപ്പ് പറയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. വിശപ്പ് സഹിക്കാൻ കഴിയാതെയാണ് ആ സ്ത്രീയുടെ പേഴ്സിൽ നിന്നും ഞാൻ പൈസ എടുക്കാൻ ശ്രമിച്ചത്. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അവളുടെ ശബ്ദം വീണ്ടും കരച്ചിലിൽ മുങ്ങി. കോച്ചിൽ വീണ്ടും നിശബ്ദത പരന്നു. ആദ്യത്തിന് അവളുടെ നിസ്സഹായത മനസ്സിലായി. അവളൊരു കുറ്റവാളിയായിരുന്നില്ല, സാഹചര്യങ്ങളുടെ ഇരയായിരുന്നു. ആര്യയുടെ വാക്കുകൾ അവസാനിച്ചപ്പോൾ കോച്ചിൽ തളം കെട്ടി നിന്നത് ഭാരമേറിയ ഒരു മൗനമായിരുന്നു. ട്രെയിനിന്റെ ജനാലപ്പടിയിലൂടെ അരിച്ചിറങ്ങുന്ന തണുത്ത കാറ്റിന് പോലും ആ നിമിഷത്തെ ആശ്വാസകരമാകാൻ കഴിഞ്ഞില്ല. ഒരു മനുഷ്യന്റെ ജീവിതം എത്രത്തോളം അപ്രതീക്ഷിതമായി തകർന്നടിയാമെന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു അവൾ. ആദിത്യൻ ഒരു ദീർഘനിശ്വാസമെടുത്തു. അവൻ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ ഇപ്പോഴും കുറ്റബോധത്താൽ നിറഞ്ഞിരുന്നു. ആദിത്യന് വ്യക്തമായി മനസ്സിലായിരുന്നു, അവൾ ഒരു കുറ്റവാളിയല്ല, മറിച്ച് സാഹചര്യങ്ങളുടെ വിധി വരുത്തി വെച്ച ക്രൂരതകളുടെ ഇര മാത്രമാണെന്ന്. ആര്യ, വളരെ ശാന്തവും എന്നാൽ ആശ്വാസം പകരുന്നതുമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, മനുഷ്യർക്ക് തെറ്റുകൾ പറ്റുക സ്വാഭാവികമാണ്. എന്നാൽ ഒരു തെറ്റുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. നിന്റെ മുൻപിൽ ഇപ്പോഴും ഒരുപാട് അവസരങ്ങളുണ്ട്. എല്ലാം തിരികെ പിടിക്കാൻ ഇനിയും വൈകിട്ടില്ല. രാവിലെ നമ്മൾ ഡൽഹിയിൽ എത്തും. ആദ്യം പോയി അമ്മയെ കണ്ട് സംസാരിക്കാൻ ശ്രമിക്കണം. ലോകത്ത് മറ്റാരേക്കാളും ക്ഷമിക്കാൻ കഴിയുക ഒരു അമ്മയ്ക്ക് മാത്രമാണ്. നിന്നെ കാണുമ്പോൾ ഒരു പക്ഷേ അവരുടെ മനസ്സലിയും, എല്ലാം പഴയപടിയാകും. എന്നാൽ ആര്യയുടെ മുഖത്ത് പ്രതീക്ഷയുടെ വെളിച്ചത്തിന് പകരം ഭയത്തിന്റെ നിഴലാണ് വീണ്ടും പടർന്നത്. എനിക്ക് അച്ഛനെ കാണാൻ ഭയമാണ്, അവൾ വിറയലോടെ പറഞ്ഞു. തന്റെ ഒരൊറ്റ തീരുമാനത്തിലൂടെ തകർത്തെറിഞ്ഞത് അച്ഛന്റെ അഭിമാനവും സ്വപ്നങ്ങളുമാണെന്ന് അവൾക്കറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ കോപത്തെ നേരിടാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അവളുടെ ഭയം കണ്ടപ്പോൾ ആദിത്യൻ ഒരു നിമിഷം മൗനിയായി. അവൾക്ക് നൽകാൻ തക്ക വലിയ ഉപദേശങ്ങളൊന്നും ആ നിമിഷം അവന്റെ പക്കലുണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും അതിനെ നേരിടാൻ നീ തയ്യാറാകണം. ശ്രമിക്കാതെ പിന്മാറുന്നത് വലിയ തെറ്റാണ്. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ആര്യ ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു. ആ രാത്രി പതുക്കെ കടന്നുപോയി. പുലർച്ചെ മഞ്ഞുമൂടിയ ഒരു പ്രഭാതത്തിൽ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിന്നു. പ്ലാറ്റ്ഫോമിലെ തിരക്കിലൂടെ യാത്രികർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വേഗത്തിൽ നടന്നുപോയി. ആദിത്യനും അവളോട് യാത്ര പറഞ്ഞ് പോകാൻ ഒരുങ്ങിയതാണ്. എന്നാൽ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു, ആര്യ പ്ലാറ്റ്ഫോമിൽ തന്നെ തറച്ചു നിൽക്കുകയാണ്. അവളുടെ കാലുകൾക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. ഭയം അവളെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. അവൾ ഇടയ്ക്കിടെ സ്റ്റേഷന്റെ പുറത്തേക്ക് നോക്കും, പിന്നെ ഭയം പിന്നോട്ട് മാറും. ഒടുവിൽ അവളുടെ നിസ്സഹായത അവൾ തന്നെ വെളിപ്പെടുത്തി. വളരെ നേർത്ത ശബ്ദത്തിൽ അവൾ അവനോട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ വരാമോ? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ധൈര്യം വരുന്നില്ല. ആദിത്യൻ ഒരു നിമിഷം ചിന്തിച്ചു. അവന് കടയിൽ പോകേണ്ടതുണ്ട്. എന്നാൽ അവളുടെ കണ്ണുകളിലെ ഭയം കണ്ട് അവൾക്കൊപ്പം പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു. 1 മണിക്കൂറിന് ശേഷം അവർ ആര്യയുടെ പഴയ വീടിന്റെ മുന്നിലെത്തി. ആ പഴയ തെരുവ്, ആ പരിചിതമായ കാഴ്ചകൾ, ക്ഷേത്രത്തിലെ മണിനാഥം എല്ലാം അവളുടെ ഓർമ്മകളെ പിന്നോട്ട് നയിച്ചു. എന്നാൽ വീടിന്റെ പടിവാതിൽ എത്തിയപ്പോൾ അവളുടെ കാലുകൾ വീണ്ടും നിറയ്ക്കാൻ തുടങ്ങി. അവൾ ഒരുവിധം ധൈര്യം സംഭരിച്ച് വാതിലിൽ മുട്ടി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. മുന്നിൽ നിൽക്കുന്നത് അവളുടെ അമ്മയായിരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പ് ആ അമ്മയുടെ മുഖത്ത് ചുളിവുകൾ വീഴ്ത്തിയിരുന്നു. ആദ്യം അവർക്ക് അവളെ മനസ്സിലായില്ലെങ്കിലും അടുത്ത നിമിഷം അവർക്ക് തന്റെ മകളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. വാത്സല്യത്തോടെ അവർ കൈകൾ നീട്ടിയതും ഉള്ളിൽ നിന്ന് ഗാംഭീര്യമുള്ള ഒരു ശബ്ദം കേട്ടു. ആരാ അത്? ആര്യയുടെ അച്ഛൻ പുറത്തേക്ക് വന്നു. മകളെ കണ്ടതും അദ്ദേഹത്തിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. യാതൊരു മടിയും കൂടാതെ അദ്ദേഹം അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ആര്യ അച്ഛന്റെ കാലുകളിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അച്ഛാ, എന്നോട് ക്ഷമിക്കൂ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, അവൾ കേണു പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഒരു പടി പിന്നോട്ട് മാറി, നീ ഈ വീടിന്റെ പടി ഇറങ്ങിയ അന്ന് തന്നെ എന്റെ മകൾ മരിച്ചുപോയി. ഇനി ഈ വീട്ടിലേക്ക് നിനക്ക് പ്രവേശനമില്ല, അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അമ്മ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. അവൾ നമ്മുടെ മകളല്ലേ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്നതല്ലേ, അവൾക്ക് പറയാനുള്ളതെങ്കിലും ഒന്ന് കേൾക്കൂ. നീ മിണ്ടരുത്, അദ്ദേഹം ഭാര്യയോട് കയർത്തു. പിന്നെ അദ്ദേഹം ആദിത്യന്റെ നേരെ തിരിഞ്ഞു. നീ ആരാണ്? ഇവളെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആദിത്യൻ വളരെ വിനയത്തോടെ കൈകൂപ്പി പറഞ്ഞു, അങ്കിൾ, എനിക്ക് ഇവളുമായി ഒരു ബന്ധവുമില്ല. ട്രെയിനിൽ വെച്ചാണ് ഞാൻ ഇവളെ കണ്ടത്. ഇവളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഇവളെ സുരക്ഷിതമായി ഇവിടെ എത്തിക്കാൻ മാത്രമാണ് ഞാൻ വന്നത്. എന്നാൽ കോപത്താൽ അന്ധനായ ആ മനുഷ്യൻ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, ഇവളെ ഇവിടുന്ന് കൊണ്ടുപോവുക. ഇനി മേലാൽ ഇവളെ ഈ വീടിന്റെ പരിസരത്ത് കണ്ടുപോകരുത്. ഇത്രയും പറഞ്ഞ് അദ്ദേഹം വാതിൽ വലിച്ചടച്ചു. അകത്തുനിന്ന് അമ്മയുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു. പുറത്ത് അടച്ചിട്ട വാതിലിന് മുന്നിൽ ആര്യ നിസ്സഹായായി നിലത്ത് വീണ് പൊട്ടിക്കരഞ്ഞു. അവൾക്ക് പോകാൻ ഒരിടവുമില്ലായിരുന്നു. ഈ വലിയ ലോകത്ത് അവൾ വീണ്ടും തനിച്ചായിരിക്കുന്നു.
കുറച്ചു കഴിഞ്ഞപ്പോൾ ആദിത്യൻ പതുക്കെ അവളുടെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇവിടെ ഇങ്ങനെ നിന്നതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല ആര്യ, നമുക്ക് പോകാം. യാതൊരു എതിർപ്പും കൂടാതെ അവൾ അവനൊപ്പം നടന്നു. ഓട്ടോയിൽ ഇരിക്കുമ്പോഴും അവളുടെ കണ്ണുനീർ തോർന്നിരുന്നില്ല. ആദിത്യൻ അവളെ കൂട്ടിക്കൊണ്ടുപോയത് താൻ താമസിക്കുന്ന ചെറിയ വാടക മുറിയിലേക്കാണ്. വളരെ ലളിതമായ ഒരു മുറി, ഒരു കട്ടിൽ, ഒരു അലമാര, ഒരു ചെറിയ അടുപ്പ്, പിന്നെ ഒരു മൂലയിൽ ഭഗവാന്റെ ഒരു ചിത്രം. അവൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, നിനക്ക് പോകാൻ മറ്റൊരിടം ലഭിക്കുന്നത് വരെ നീ ഇവിടെ നിന്നോളൂ, ഭയക്കേണ്ട, ഞാൻ പുറത്ത് കിടന്നോളാം. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. യാതൊരു ബന്ധവുമില്ലാത്ത തികച്ചും അപരിചിതയായ ഒരു പെൺകുട്ടിയോട് ഇത്രയും കരുണ കാണിക്കുന്ന ഒരാളെ അവൾ ആദ്യമായി കാണുകയായിരുന്നു. അവളുടെ കണ്ണുകൾ നന്ദിസൂചകമായി നിറഞ്ഞു. അവൾ വിതുമ്പലോടെ പറഞ്ഞു, നിങ്ങളുടെ ഈ വലിയ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ആദിത്യൻ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, ഇതൊരു ഉപകാരമായി കാണേണ്ട. നാളെ ഞാനൊരു ബുദ്ധിമുട്ടിൽ പെടുമ്പോൾ ആരെങ്കിലും എനിക്കും സഹായം ചെയ്യുമായിരിക്കും. അവൾക്കത് വിശ്വസിക്കാനായില്ല. ആ മനുഷ്യന്റെ വലിയ ഹൃദയത്തിന് മുന്നിൽ അവളുടെ സങ്കടങ്ങൾക്ക് ഒരല്പം ആശ്വാസം ലഭിച്ചതുപോലെ അവൾക്ക് തോന്നി. ആ കൊച്ചുമുറിയിലെ ഏകാന്തതയിൽ ആര്യയുടെ പകലുകൾ ഇഴഞ്ഞു നീങ്ങി. ആദിത്യൻ രാവിലെ കടയിലേക്ക് പോയാൽ പിന്നെ അവൾ ആ മുറിയിൽ തനിച്ചായിരുന്നു. ജനാലയ്ക്കരികിലിരുന്ന് പുറത്തെ തിരക്ക് പിടിച്ച ലോകത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ പലപ്പോഴും അവളുടെ മനസ്സ് ശൂന്യമായി. കഴിഞ്ഞുപോയ ദുരന്തങ്ങളുടെ ഭാരം വീണ്ടും അവളെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. താൻ ആർക്കൊക്കെയോ ഒരു ഭാരമായി മാറുന്നുണ്ടോ എന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടി. ഒടുവിൽ ഒരു സായാഹ്നത്തിൽ ആദിത്യൻ ജോലി കഴിഞ്ഞു വന്നപ്പോൾ അവൾ തന്റെ ആഗ്രഹം അവനെ അറിയിച്ചു. മുഴുവൻ സമയവും ഈ മുറിക്കുള്ളിൽ അടച്ചിരിക്കുമ്പോൾ എന്റെ മനസ്സ് വീണ്ടും മരവിക്കുകയാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനും ആ കടയിലേക്ക് വന്നോട്ടെ. കുറച്ച് മനുഷ്യരെ കാണുമ്പോഴെങ്കിലും എന്റെ ഈ ഒറ്റപ്പെടൽ മാറിയേക്കാം. ആദിത്യൻ ആദ്യം ഒന്നും അടിച്ചു. സമൂഹത്തിന്റെ ചോദ്യങ്ങളെയും അപവാദങ്ങളെയും അവൻ ഭയന്നിരുന്നു. എന്നാൽ അവളുടെ കണ്ണുകളിൽ നിസ്സഹായത കണ്ടപ്പോൾ അവൻ സമ്മതിക്കാതിരിക്കാനായില്ല. തനിക്കൊരു ഭാരമാകില്ലെന്നും അവിടെയുള്ള ജോലികളിൽ സഹായിക്കാമെന്നും അവൾ അവന് ഉറപ്പുകൊടുത്തു. പിറ്റേന്ന് മുതൽ ആര്യയും അവനൊപ്പം ആ ചെറിയ ഇലക്ട്രോണിക്സ് കടയിലേക്ക് പോയി തുടങ്ങി. അവൾ വന്നതോടെ ആ കടയുടെ അന്തരീക്ഷം തന്നെ മാറിമറിഞ്ഞു. പൊടിപിടിച്ചു കിടന്നിരുന്ന സാധനങ്ങളെല്ലാം അവൾ വൃത്തിയാക്കി അടുക്കി വെച്ചു. കടയിൽ വരുന്ന ഇടപാടുകാരോട് വളരെ സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും അവൾ സംസാരിച്ചു. അവർക്ക് കുടിക്കാൻ വെള്ളം നൽകി. അവളുടെ ഈ വിനയവും പെരുമാറ്റവും ഉപഭോക്താക്കളുടെ ഹൃദയം കീഴടക്കി. ഒരിക്കൽ അവിടെ വരുന്നവർ വീണ്ടും അതേ കടയിലേക്ക് തന്നെ വരാൻ തുടങ്ങി. സാവധാനം കടയിലെ വരുമാനം വർദ്ധിച്ചു. ചിലപ്പോഴൊക്കെ ആദിത്യൻ ചിരിച്ചുകൊണ്ട് അവളോട് പറയുമായിരുന്നു, എനിക്ക് തോന്നുന്നത് എന്റെ കടയുടെ മാത്രമല്ല, എന്റെ തലവര കൂടിയാണ് നീ വന്നതോടെ മാറിയത്. അപ്പോൾ അവളുടെ മുഖത്തും ആ പഴയ ഭയത്തിന് പകരം ആത്മവിശ്വാസം നിറഞ്ഞ ഒരു ചെറു പുഞ്ചിരി വിടരുമായിരുന്നു. തന്നിൽ നിന്ന് എല്ലാം തട്ടിയെടുത്ത അതേ ഈശ്വരൻ തന്നെയാണ് ആദിത്യനെ പോലൊരു കാവൽമാലാകിയെ തന്റെ ജീവിതത്തിലേക്ക് അയച്ചതെന്നും അവൾ വിശ്വസിച്ചു. അങ്ങനെ 6 മാസങ്ങൾ കടന്നുപോയി. പരസ്പരം ഒന്നും പറഞ്ഞില്ലെങ്കിലും അവർ പരസ്പരം മനസ്സിലാക്കുകയും അവരുടെ ജീവിതങ്ങൾ പരസ്പരം ഇഴചേരുകയും ചെയ്തിരുന്നു. ഒരു സായാഹ്നത്തിൽ കടയടച്ച് മടങ്ങാൻ നേരം ആദിത്യൻ അവളോട് ചോദിച്ചു, ആര്യ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നീ എനിക്കൊപ്പം ഉണ്ടാകുമോ? ആ ചോദ്യം കേട്ട് അവൾ കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പറഞ്ഞു, എന്റെ മനസ്സുകൊണ്ട് ഞാൻ എന്നെ നിങ്ങളുടേതായി കഴിഞ്ഞു. പക്ഷെ ഒരു അപൂർണമായ ബന്ധം എന്നെ എപ്പോഴും വേട്ടയാടുന്നുണ്ട്. എന്റെ അമ്മയുടെ കൈകൊണ്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അവരുടെ ഒരു സമ്മതം കിട്ടിയാൽ ദൈവം എന്റെ എല്ലാ തെറ്റുകളും പുറത്തുവെന്ന് ഞാൻ വിശ്വസിക്കും. ആ നിമിഷം തന്നെ ആദിത്യന് ഒരു തീരുമാനമെടുത്തു. എന്ത് വില കൊടുത്തും അവളെ അവളുടെ അമ്മയുമായി ഒന്നിപ്പിക്കണം. അടുത്ത ഞായറാഴ്ച അവൻ തനിച്ച് ആര്യയുടെ പഴയ വീടിന്റെ പരിസരത്ത് കാത്തുനിന്നു. കുറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി വരുന്ന അവളുടെ അമ്മയെ അവൻ കണ്ടു. അവൻ പതുക്കെ അവരുടെ അടുത്തേക്ക് ചെന്ന് സ്വയം പരിചയപ്പെടുത്തി. അവനെ തിരിച്ചറിഞ്ഞതും അവർ പരിഭ്രാന്തിയോടെ ചോദിച്ചു, എന്റെ കുട്ടി, അവൾക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾ തന്നെ നേരിട്ട് വന്ന് കാണൂ, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ഒരു നിമിഷം പോലും വൈകാതെ ആ അമ്മ അവനൊപ്പം നടന്നു. ആദിത്യന്റെ ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആര്യയെ കണ്ട് ആ അമ്മ തറച്ചു നിന്നു. അവരുടെ കയ്യിലിരുന്ന പൂജാപാത്രങ്ങൾ താഴെ വീണു. അടുത്ത നിമിഷം ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. വർഷങ്ങളായി കെട്ടിനിന്നിരുന്ന സങ്കടങ്ങളുടെ ഒരു അണക്കെട്ട് പൊട്ടി ഒഴുകുകയായിരുന്നു. എന്റെ കുട്ടി ജീവനോടെ ഉണ്ടല്ലോ, ദൈവത്തിന് നന്ദി, ആ അമ്മ വീണ്ടും വീണ്ടും അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഈ രംഗം കണ്ടു നിന്ന ആദിത്യന്റെ കണ്ണുകളും ഈറനണിഞ്ഞു. അല്പനേരത്തിനു ശേഷം ആ അമ്മ ആദിത്യന് നേരെ കൈകൂപ്പി. അവൻ വേഗത്തിൽ അവരുടെ കൈകൾ പിടിച്ചു മാറ്റി. മോനെ, സ്വന്തം ചോരകൾ പോലും കൈവിട്ടപ്പോൾ ഈ ലോകത്ത് യാതൊരു ബന്ധവുമില്ലാത്ത നീയാണ് എന്റെ മകൾക്ക് തണലായത്. ഇന്നു മുതൽ നീ എന്റെ സ്വന്തം മകനാണ്. അന്ന് തന്നെ ആ അമ്മ അവരുടെ വിവാഹത്തിന് പൂർണ്ണ മനസ്സോടെ സമ്മതം നൽകി. നിന്റെ അച്ഛനൊരിക്കലും ഇന്ന് സമ്മതിക്കില്ലായിരിക്കാം, പക്ഷെ ഒരു അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. 2 ദിവസങ്ങൾക്ക് ശേഷം അടുത്തുള്ള ഒരു ചെറിയ ക്ഷേത്രത്തിൽ വെച്ച് വളരെ ലളിതമായ ചടങ്ങുകളോടെ അവർ വിവാഹിതരായി. ആദിത്യൻ ആര്യയുടെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ പൊഴിയുന്നുണ്ടായിരുന്നു. വിവാഹശേഷം ക്ഷേത്രമുറ്റത്തിരുന്ന് അവർ മൂവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വിരുന്നിനേക്കാൾ രുചികരമായിരുന്നു ആര്യയ്ക്ക് ആ നിമിഷങ്ങൾ. ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം പണത്തിലല്ല, മറിച്ച് നമ്മെ സ്നേഹിക്കുന്ന മനുഷ്യർക്കൊപ്പമുള്ള നിമിഷങ്ങളിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു.
കാലം പിന്നെയും മുന്നോട്ട് കുതിച്ചു. 2 വർഷങ്ങൾ കടന്നുപോയി. അവരുടെ ഇലക്ട്രോണിക്സ് കട ആ നഗരത്തിലെ തന്നെ ഏറ്റവും വിശ്വസ്തമായ സ്ഥാപനങ്ങളിൽ ഒന്നായി വളർന്നു. അവരുടെ ജീവിതത്തിലേക്ക് അതിഥിയായി ഒരു ചെറിയ പെൺകുഞ്ഞും പിറന്നു. അമ്മ ഇടയ്ക്കിടെ വന്ന് കൊച്ചുമകളെ കളിപ്പിക്കുകയും തിരികെ പോകുമ്പോൾ ആദിത്യനെ പോലൊരു മനുഷ്യനെ എല്ലാ പെൺകുട്ടികൾക്കും ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവരുടെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. വാതിൽ തുറന്ന ആദിത്യൻ കണ്ടത് നരച്ച മുടിയും ക്ഷീണിച്ച മുഖവുമുള്ള ഒരു വൃദ്ധനെയാണ്. അത് ആര്യയുടെ അച്ഛനായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് പഴയ കാഠിന്യമോ ദേഷ്യമോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വളരെ നേർത്ത ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു, എനിക്ക് എനിക്ക് എന്റെ മകളെ ഒന്ന് കാണാമോ? ആ ശബ്ദം കേട്ട് അകത്തുനിന്ന് ആര്യ ഓടി വന്നു. വർഷങ്ങൾക്ക് മുൻപ് അടച്ചിട്ട വാതിലിന് പുറത്ത് തന്നെ കരയാൻ വിട്ട അതേ അച്ഛൻ ഇന്ന് അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ കുറ്റബോധത്തോടെ തലകുനിച്ചു നിൽക്കുന്നു. അദ്ദേഹം വിറയ്ക്കുന്ന കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, മോളെ, എന്നോട് ക്ഷമിക്കണം. അന്ന് ഞാൻ നൽകിയ ശിക്ഷ നിനക്കായിരുന്നില്ല, എനിക്ക് തന്നെയായിരുന്നു. എന്റെ ദുരഭിമാനം കാരണം എനിക്ക് എന്റെ സ്വന്തം മകളെയാണ് നഷ്ടപ്പെട്ടത്. ഇത് കേട്ടതും ആര്യ ഓടിച്ചെന്ന് അച്ഛന്റെ കാലുകളിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്തു. അവിടെ നിന്ന് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അന്ന് അവിടെ ആരും തോറ്റിരുന്നില്ല. തോറ്റത് മനുഷ്യന്റെ അഹങ്കാരവും ഈഗോയും മാത്രമായിരുന്നു. അവിടെ വിജയിച്ചത് സ്നേഹവും വിട്ടുവീഴ്ചയും എല്ലാറ്റിനുമുപരി പച്ചയായ മനുഷ്യത്വവുമാണ്. പെട്ടെന്നാണ് അകത്തെ മുറിയിൽ നിന്നും അവരുടെ കൊച്ചുമകളുടെ ചിരി കേട്ടത്. ആര്യ വേഗത്തിൽ പോയി കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്നു. അച്ഛൻ വിറയ്ക്കുന്ന കൈകളോടെ ആ കുഞ്ഞിനെ വാങ്ങിയപ്പോൾ ആ പിഞ്ചുമുഖത്തെ നിഷ്കളങ്കമായ പുഞ്ചിരി അദ്ദേഹത്തിന്റെ ഉള്ളിലെ അവസാനത്തെ സങ്കടങ്ങളെയും ഇല്ലാതാക്കി. ആ കുഞ്ഞിക്കൈകൾ അദ്ദേഹത്തിന്റെ നരച്ച താടിയിൽ പിടിച്ചു വലിച്ചപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ അച്ഛൻ ആദ്യമായി ഉറക്കെ ചിരിച്ചു. ആ വീടിന്റെ ചുമരുകൾക്കുള്ളിൽ അന്ന് സ്നേഹത്തിന്റെ ഒരു മഹാസമുദ്രം അലയടിക്കുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ അവരുടെ ജീവിതത്തിലെ വസന്തകാലമായിരുന്നു. ശൂന്യമായി കിടന്നിരുന്ന ആര്യയുടെ പഴയ വലിയ വീട്ടിലേക്ക് അവരും താമസം മാറി. ആ വീടിന്റെ ഉമ്മറത്ത് കുഞ്ഞുവാവയുടെ കളിച്ചിരികൾ മുഴങ്ങിക്കേട്ടു. വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞെത്തുന്ന ആദിത്യന് ചായയുമായി അച്ഛൻ തന്നെ കാത്തുനിൽക്കും. അവർ തമ്മിൽ മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കും. ഇടയ്ക്ക് അമ്മയുമായി അടുക്കളയിൽ സഹായിക്കുമ്പോൾ ആര്യ ഈ കാഴ്ച നോക്കി നിൽക്കും. അന്ന് അവളുടെ കണ്ണുകൾ നിറയുന്നത് സങ്കടം കൊണ്ടായിരുന്നില്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി താനാണെന്ന തിരിച്ചറിവ് കൊണ്ടായിരുന്നു. ഒരു സായാഹ്നത്തിൽ വീടിന്റെ ടെറസിൽ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു ആര്യ. ആദിത്യൻ പതുക്കെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ തോളിൽ കൈവച്ചു. പുറത്തു ദൂരെ എവിടെയോ ഒരു ട്രെയിൻ പാഞ്ഞു പോകുന്ന ശബ്ദം അവർ കേട്ടു. ആദിത്യൻ പുഞ്ചിരിയോടെ ചോദിച്ചു, എന്താ ആലോചിക്കുന്നത്? ആര്യ അവന്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒന്നുമില്ല. എവിടെയോ പാളം തെറ്റിയെന്ന് ഞാൻ കരുതിയ എന്റെ ജീവിതം ഏറ്റവും മനോഹരമായ ഒരു സ്റ്റേഷനിൽ എത്തിച്ചേർന്നതിനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നെ കൈപിടിച്ചു നടത്തിയ ഈ യാത്രയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ആദിത്യൻ അവളെ ചേർത്തു പിടിച്ചു. അതെ, അവരുടെ യാത്ര പൂർണ്ണമാവുകയായിരുന്നു. എത്ര വലിയ ഇരുൾ വീണാലും എത്ര വലിയ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും സ്നേഹം എന്ന ഒറ്റ വികാരത്തിന് മുന്നിൽ ലോകത്തിലെ എല്ലാ സങ്കടങ്ങളും മുട്ടുകുത്തുക തന്നെ ചെയ്യും. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയതെല്ലാം ഇരട്ടി മധുരത്തോടെ കാലം അവർക്ക് തിരികെ നൽകുകയായിരുന്നു. യാതൊരു സ്വാർത്ഥതയുമില്ലാത്ത ആദിത്യന്റെ മനുഷ്യത്വവും ആര്യയുടെ സഹനവും ചേർന്നെഴുതിയ ആ ജീവിത കഥ നക്ഷത്രങ്ങൾ പോലും നോക്കി നിൽക്കെ അവിടെ ഒരു മനോഹര കാവ്യമായി പൂർണ്ണമാവുകയാണ്. ജീവിതം എന്നത് അപ്രതീക്ഷിതമായ നിരവധി കാറ്റും കോണും നിറഞ്ഞ ഒരു മഹാസമുദ്രത്തിലൂടെയുള്ള യാത്രയാണ്. അവിടെ ചിലപ്പോൾ നാം എടുക്കുന്ന ഒരു തെറ്റായ തീരുമാനത്തിന്റെ പേരിൽ നാം പണിതുയർത്തിയ സ്വപ്നങ്ങളുടെ പായ്ക്കപ്പൽ ഒന്നാകെ തകർന്നടിഞ്ഞേക്കാം. എന്നാൽ തകർന്നടിഞ്ഞ ആ അവശിഷ്ടങ്ങളിൽ നിന്നും വീണ്ടും ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന വലിയൊരു പ്രത്യാശയുടെ സന്ദേശമാണ് ഈ കഥ നമ്മോട് സംവദിക്കുന്നത്. ഒരു മനുഷ്യന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തെറ്റു പറ്റിയാൽ ആ ഒരൊറ്റ തീരുമാനത്തിന്റെ പേരിൽ അവരുടെ ജീവിതം മുഴുവൻ ഇരുളിലാകണമെന്ന് വിധിയെഴുതാൻ ഈ ലോകത്ത് ആർക്കും യാതൊരു അവകാശവുമില്ല. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അന്ധമായ മോഹങ്ങളുടെയോ സാഹചര്യങ്ങളുടെയോ സമ്മർദ്ദത്താൽ വഴിതെറ്റിപ്പോകുന്നവർക്ക് ആ തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തിരുത്തി ജീവിക്കാനുള്ള ഒരു അവസരം കൂടി ഈ ലോകം നൽകേണ്ടതുണ്ട്. വീണുപോയ ഒരാളെ നോക്കി പരിഹസിക്കാനും അയാളെ സമൂഹത്തിന്റെ മുന്നിൽ വിചാരണ ചെയ്ത് കല്ലെറിയാനും ചുറ്റും 1000 പേരുണ്ടാകും. എന്നാൽ നിസ്സഹായതയുടെയും അപമാനത്തിന്റെയും പടുകുഴിയിൽ വീണു കിടക്കുന്ന ആ മനുഷ്യന്റെ കണ്ണീരിന്റെ അർത്ഥം മനസ്സിലാക്കി യാതൊരു മുൻവിധികളുമില്ലാതെ ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ അവരെ കൈപിടിച്ചുയർത്താൻ എവിടെയെങ്കിലും ഒരു നല്ല മനുഷ്യൻ മാത്രം മതിയാകും. ആ ഒരൊറ്റ മനുഷ്യന്റെ സാന്ത്വനത്തിന് നരകതുല്യമായ ഒരു ഭൂതകാലത്തിൽ നിന്നും ഒരാളെ ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള മാന്ത്രിക ശക്തിയുണ്ട്. യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ അപരന് തണലാകുന്ന മനുഷ്യത്വം ഈ ഭൂമിയിൽ മരിച്ചിട്ടില്ലെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറുവശത്ത് ഈ കഥ മാനുഷിക ബന്ധങ്ങളുടെ, പ്രത്യേകിച്ച് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴവും സങ്കീർണതയും വരച്ചു കാട്ടുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ അഹങ്കാരവും ദുരഭിമാനവുമാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്നും ശാശ്വതമായി അകറ്റുന്നത്. സമൂഹത്തിന്റെ മുന്നിലെ പൊള്ളയായ അഭിമാനത്തിന് വില കൽപ്പിക്കുമ്പോൾ സ്വന്തം മക്കളുടെ കണ്ണീരും സങ്കടങ്ങളും മാതാപിതാക്കൾ പോലും കാണാതെ പോകുന്നു. എന്നാൽ സ്നേഹത്തെക്കാൾ വലുതല്ല മനുഷ്യന്റെ ഈഗോയും നിത്യാഭിമാനവും എന്ന്
കാലം ഒരു നാൾ അവരെ പഠിപ്പിക്കും. വാശിയും ദേഷ്യവും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് ഒരിക്കലും തിരികെ നടക്കാൻ കഴിയാത്ത വലിയൊരു ശൂന്യതയിലേക്കും ഏകാന്തതയിലേക്കുമായിരിക്കും. നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വിലയറിയുന്നതിനേക്കാൾ കൂടെയുള്ളപ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. തെറ്റുകൾ പൊറുക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യം. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു മാപ്പപേക്ഷയ്ക്കും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന വലിയൊരു മനസ്സിനും വർഷങ്ങൾ നീണ്ട ആഴമേറിയ മുറിവുകളെ പോലും പൂർണ്ണമായി സുഖപ്പെടുത്താനുള്ള അപാരമായ ശക്തിയുണ്ട്. അന്ധകാര നിബിഡമായ ഒരു നീണ്ട തുരങ്കത്തിന്റെ അവസാനം എങ്ങനെയോ അരിച്ചിറങ്ങുന്ന ഒരു നേരിയ പ്രകാശകിരണം പോലെ എത്ര വലിയ പ്രതിസന്ധികൾക്കും വേദനകൾക്കും ഇടയിലും എവിടെയെങ്കിലും ഒരു പ്രതീക്ഷയുടെ വെളിച്ചം നമ്മെ കാത്തിരിപ്പുണ്ടാകുമെന്നും പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും വിട്ടുവീഴ്ചയുമാണ് മനുഷ്യ ജീവിതത്തെ യഥാർത്ഥത്തിൽ അർത്ഥപൂർണവും സുന്ദരവുമാക്കുന്നതെന്നും ഈ കഥ നമ്മുടെ ഹൃദയത്തോട് വളരെ ആർദ്രമായി മന്ത്രിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമന്റും താഴെ രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോക്ക് ഹൈപ്പും കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അടുത്തൊരു കഥയുമായി കാണുന്നത് വരെ സ്നേഹത്തോടെ നന്ദി മാത്രം.